ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം 8 മാസമൊക്കെ ആയെന്ന് തോന്നുന്നു, 8-9 മാസമായി തോന്നുന്നു ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ടുഡേ ഐ എം ഹിയർ വിത്ത് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ എന്തൊക്കെയാണ് എൻ്റെ സ്കിന്നിൽ ചെയ്യുന്നത് അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഡെയിലി അല്ല, എനിക്ക് തോന്നുമ്പോൾ മാത്രം. ചില സമയത്ത് എനിക്ക് മടിയാവും ചെയ്യാൻ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യാറില്ല, എനിക്ക് തോന്നുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത്, ഞാൻ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കലില്ല, പിന്നെ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇട്ട് വാഷൊക്കെ ചെയ്ത് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനെ പറ്റിയതാണ്. ഞാനിപ്പോൾ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഇത് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തതെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ക്ലെൻസ് ചെയ്യാനെടുത്ത ക്ലെൻസർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യണത്, ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യണത് പ്ലിക്സിൻ്റെ ഒരു ടോണറാണ്. റോസിൻ്റെ ടോണർ, ഒരു സെറം ടെക്സ്ചറുള്ളൊരു ടോണറാണ്. ഇതാണ് ഇത് കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്, ജസ്റ്റ് ജെൽ വാട്ടർ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ആക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും. നല്ല റോസിൻ്റെ സ്മെല്ലാണിത്. അത് എല്ലാ ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്, ബാക്കി വരുന്നത് കയ്യിലും. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്തു. ബാക്കി വരുന്നത് ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അത് ഒരിക്കലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. നെക്കിലൊരിക്കലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. എന്ത് പ്രൊഡക്ട്സ് ഇട്ടാലും അത് നെക്കിലും കൂടി അപ്ലൈ ചെയ്യുക. നല്ല സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. അപ്പോൾ അത് ഉണങ്ങട്ടെ. അത് ഏകദേശം ഉണങ്ങി. അപ്പം അടുത്തത് സ്നെയിൽ മ്യൂസിൻ്റെ ഒരു സെറം കൂടി യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത്. ഇപ്പം അപ്ലൈ ചെയ്യാം. ചെറിയ 2 പമ്പ് ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, അതിട്ടു. നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും ഒരു സെറം യൂസ് ചെയ്താൽ മതി ശരിക്കും. പക്ഷേ ഞാൻ എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞോളൂ, ഇത് രണ്ടും കൂടി ഇടാറുണ്ട്. എൻ്റെ ആവശ്യമില്ല ശരിക്കും. ഏതെങ്കിലും ഒരു സെറം നിങ്ങൾ ഏറ്റവും നല്ലത് യൂസ് ആക്കിയാൽ മതി. ടോണർ ജസ്റ്റ് റോസ് വാട്ടർ ആയാലും ആക്ച്വലി നല്ലതാണ്. ഓക്കെ, അപ്പോൾ സീ ദ ഗ്ലോ. അപ്പോൾ അത് ഇട്ടത്തിന് നല്ലൊരു ഫേസിൽ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് മോയ്സ്ചറൈസറാണ്. സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആണ്. ഇപ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും, ചെറിയ ചെറിയ കുരു വന്നിട്ടുണ്ട്. എന്താണ് എനിക്കറിയില്ല, ഇവിടെയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കുരുക്കൾ. അപ്പോൾ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ് എൻ്റെ. അപ്പോൾ ഞാൻ ഇതാണിപ്പോൾ യൂസ് ചെയ്യുന്നത് കറൻ്റ്ലി. അപ്പോൾ അത് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്യാം. ഇതും ഒരുപാട് എടുക്കാറില്ല, കുറച്ച്. ഞാനാണ് ഞാൻ ഇവിടെ ഇട്ടത്. അപ്പോൾ അതും നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാം. ഞാനിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ഇടൂട്ടാ. പക്ഷേ ചില വീഡിയോസ് അതായത് എല്ലാവരും ഇങ്ങനെ ഇവിടെ ഇടാതെ ഇവിടെ ഇങ്ങനെ ഇടണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടേക്ക് ഇടും. അത് കുഴപ്പമുണ്ടായില്ല എന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ കയ്യിലും എല്ലായിടത്തും അപ്ലൈ ചെയ്ത്. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ യൂസ് ആക്കുന്ന സൺസ്ക്രീന് പോസ്റ്റൈലിൻ്റെയാണ്. ഇപ്പോൾ ഞാൻ ഇത് യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് 2 years ആയി. ഇത് നല്ല അടിപൊളി സൺസ്ക്രീനാണ്. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് നല്ല ഗ്ലോ ആയിട്ട് ഇരുന്നോളും. അത് കുറച്ച് വാട്ടറിയാണ്, എന്നാലും നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. നിങ്ങൾ വീട്ടിലിരിക്കാനാണെങ്കിലും സൺസ്ക്രീന് മസ്റ്റാണ്. എൻ്റെ തട്ടത്തിലൊക്കെ ആയി. ഓക്കെ, അതും നമ്മൾ ഫേസിലും നെക്കിലെല്ലായിടത്തും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ
ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇതിൽ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നല്ല അടിപൊളി ടെക്സ്ചറാണ്. സ്കിന്നിന് ഉള്ളിൽ തന്നെ അങ്ങനെ ഇരുന്നോളും. വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തത് ലിപ് ബാം. ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ് ബാം. ലിപ് ബാം യൂസ് ചെയ്യണത് വാസ്ലിൻ്റെ ഇതും ഏകദേശം ഒരു കൊല്ലമായി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണത്. നല്ല അടിപൊളി ലിപ് ബാമാണ്. നമുക്കിങ്ങനെ ശരിക്കും രാവിലെ SPF ഉള്ളത് യൂസ് ചെയ്യണേ നല്ലത്. ഞാൻ പക്ഷേ ഇതാണ് യൂസ് ചെയ്യുന്നത്. 2 എണ്ണം വാങ്ങണ്ടല്ലോ, 1 എണ്ണം വാങ്ങിച്ചാൽ പോരെ. അതാകുമ്പോൾ നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാം, രാവിലെ യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ രാവിലെ ആണെങ്കിൽ SPF ഉള്ളത് യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ ഫേസ് ടാൻ അടിക്കുന്ന പോലെ തന്നെ ലിപ്സും ടാൻ അടിക്കും, പിഗ്മെൻറ്റേഷൻ വരും. ഓക്കെ, അപ്പോൾ രാവിലെ SPF ഉള്ളത് യൂസ് ആക്കുക. SPF ഉള്ളത് ഇപ്പോൾ ഏതാണ്? ലിപ് ബാം വിഷ്കെയറാണ്, അങ്ങനെ എന്തോ ബ്രാൻഡിൻ്റെ ഉണ്ട്. അത് നല്ലതാണെന്ന് തോന്നണം. ഞാൻ കുറേ റിവ്യൂസ് കണ്ടിട്ടുണ്ട്, ഞാൻ യൂസ് ആക്കിയിട്ടില്ല. നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നിങ്ങൾ രാവിലെ യൂസ് ആക്കാം, രാത്രി വേണമെങ്കിൽ യൂസ് ആക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, വീഡിയോ അത്രേ ഉള്ളൂ. മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ്. റൂട്ടീൻ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുമ്പോൾ എനിക്ക് മതിയില്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യണ എന്നാൽ സ്കിപ്പ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ഡെയിലി ചെയ്യാത്തതിൻ്റെയൊക്കെ കാണുന്നുണ്ട്, സ്കൂരിയൊക്കെ കണ്ട. നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ അത് അങ്ങനെ വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോൾ സ്റ്റോറേജ് ഫുള്ളായി. എൻ്റെ വേണ്ടപ്പെട്ട ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ, വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.